പഠിക്കാനുള്ള ഒരു കാരണം ഫാമിലി സിനിമ ആണെങ്കിലും എൻ്റെ ഭർത്താവ് ഭയങ്കര പൊസസീവ് ഹസ്ബൻഡാണ്, ഭയങ്കര നാടൻ നായരാണ്. അപ്പോൾ അങ്ങനെ കുറേ ടേസ്റ്റുകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് പോവാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അങ്ങനെ. പിന്നെ ഡാൻസ് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡാൻസ് നിർത്താൻ പാടില്ല എന്ന ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനെ എനിക്ക് പെർമിഷൻ കിട്ടി. അപ്പൊ അത് ഞാൻ സന്തുഷ്ടിയാണ്. അഭിനയത്തെക്കാൾ ഉപരിയായിട്ട് മാമിന് ഇഷ്ടം ഡാൻസ് തന്നെയാണ്. തീർച്ചയായും ആദ്യം മുതലേ കുച്ചിപ്പുടി തന്നെയാണ് ചെറുപ്പത്തിലെ പഠിച്ചു തുടങ്ങിയത്. അതായത് 4 വയസ്സിൽ ഞാൻ നെല്ലൂരിലാണ് പഠിച്ചത്. 4 വയസ്സിൽ പഠിച്ച സമയത്ത് അത് കുച്ചിപ്പുടിയാണോ ഭരതനാട്യമാണോ എന്ന് എന്താ നമുക്കറിയില്ല. ഒരു ഡാൻസ് ഫോം ആയിരുന്നു, അത് ക്ലാസിക്കലായിരുന്നു. അത് ഞാൻ പഠിച്ചിരുന്നു. 8 വയസ്സ് മുതലാണ് ഞാൻ ചെന്നൈയിലേക്ക് വന്ന് എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ ഗുരു പത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം അവരുടെ കീഴിൽ ഒരു ശിഷ്യയായിട്ട് വരാനുള്ള ഒരു ഭാഗ്യം എൻ്റെ അച്ഛനമ്മ എനിക്ക് ആക്കി തന്നത് ഞാൻ ഇന്നും ദൈവത്തിനോട് നന്ദി പറയണം. അത്രയും വലിയ ഗുരുവിൻ്റെ കീഴിൽ നേരിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം അത്രയും ചെറിയ വയസ്സ് മുതൽ ഗുരു മരിക്കുന്നവരിൽ, അതായത് കഴിഞ്ഞ കൊല്ലം ഗുരു മരിക്കുന്നവരിലുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ദൈവത്തിനോട് നന്ദി പറയണം. പിന്നീട് കുച്ചിപ്പുടി തന്നെ അത് ആദ്യമായി പഠിച്ചത് കുച്ചിപ്പുടി ആയതുകൊണ്ടാണോ അതോ മറ്റേ ഇപ്പൊ ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്, പല ആർട്ട് ഫോംസ് അല്ല ഡാൻസ് ഫോംസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. കുച്ചിപ്പുടിയോട് തന്നെ സ്വന്തം നാടിന്റെ ഒരു കലയായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കുച്ചിപ്പുടിയോട് ഇത്ര? അല്ലല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ചെന്നൈയിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും എനിക്ക് തോന്നുന്നത് എക്സെപ്റ്റ് കേരളം അല്ലാണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരൊറ്റ ആർട്ട് ഫോമേ പഠിക്കുള്ളൂ. കേരളത്തിൽ മാത്രമാണ്. അതായത് കേരളത്തിലുള്ള നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽ ആണ് ഇതിന്റെ മെയിൻ കാരണം. ഇത്രയും ആർട്ട് ഫോംസ് പഠിക്കണം എന്നുള്ള ഒരു ആവേശം കുട്ടികളിൽ അല്ലെങ്കിൽ പേരൻസിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. തമിഴ്നാട് ആണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ സ്കൂൾ ലെവൽസിൽ ഇല്ല. ഒരു സ്കൂളിലും ഉണ്ടാവും ഒരു ആനുവൽ ഡേ, ദാറ്റ്സ് ഓൾ. അതല്ലാണ്ട് ഒന്നുമല്ല. അവർ പിന്നെ പ്രൊഫഷണലി ഡാൻസ് സാവാ ചെയ്യുന്നത്, അതിലിഷ്ടമുള്ളവർ. നമുക്കിവിടെ കേരളത്തിലാണ് ഈ എല്ലാ ആർട്ട് ഫോംസ്. അതായത് ഒരു കുട്ടിക്ക് ഇത്രയും കഴിവ്, അതെ കഴിവ് എന്നുള്ളതല്ല, അതിനപ്പുറം ഇവർക്ക് ഇത്രയും പങ്കെടുക്കാം. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക്, അത് ഇത് എന്നുള്ളത്. അപ്പൊ അതില് നമ്മുടെ കുട്ടികൾ തെളിയിക്കുന്നുണ്ട്. അതും തീർച്ചയായിട്ടും സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ടാലന്റ് ഉള്ള കുട്ടികളാണ്. അതായത് നമുക്ക് അങ്ങനെ ഒരു അവസരം ഇല്ലാത്ത കാരണമായിരിക്കാം ഞങ്ങൾ ഒരൊറ്റ ലൈനിൽ മാത്രമേ പോകുള്ളൂ. തോന്നിയിട്ടുണ്ടോ മാമിന് ഇവിടെയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് ഇത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ ഉപരിയായിട്ട് കുറെ കൂടെയൊക്കെ ആളുകൾക്ക് എന്താ പറയാ അറ്റാച്ച്മെന്റും മാത്രമേ എന്താ പറയാ ആ ഒരു കലാരൂപത്തിനോട് അത്രയേറെ സ്നേഹം മറ്റുള്ള നാട്ടിലാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇവിടെയും അതിനെക്കാട്ട് അപ്പുറം തന്നെയാണ് എനിക്ക് കാണുന്നത്. ഭയങ്കര കുട്ടികൾ വളരെ ടാലന്റഡ് ആണ്. അതുപോലെ തന്നെ പേരൻസ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. നല്ല ഇതാണ് കേരളം. അന്ന് രേഖ എന്നെക്കാട്ടി സീനിയറാണ്. രേഖ അന്ന് ഞങ്ങളുടെ ബാല്യ, അതായത് മാസ്റ്ററുടെ ബാല്യ ശ്രീകൃഷ്ണ പാരജാതത്തിൽ നാരദനായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ പിന്നെ എനിക്കാണ് കിട്ടിയത്. അപ്പൊ രേഖ ഭയങ്കര നോട്ടി ഗേൾ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മയില്. ഭയങ്കര കൊഞ്ചൽ, മാസ്റ്റർ അടുത്തൊക്കെ ഭയങ്കര കൊഞ്ചിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു അന്ന്. ഹേമമാലിനി അങ്ങനെയല്ല. ഹേമമാലിനി ഓൾറെഡി മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഉമ്മൻ എന്ന് പറയണോ ഗേൾ എന്ന് പറയണോന്ന് എനിക്കറിയില്ല. അപ്പോഴേക്ക് സ്വപ്നാങ്ക സൗദാഗർ കഴിഞ്ഞിരുന്ന സമയമാണ്. ആനന്ദമുണ്ട്. ഞാൻ എൻ്റെ ഗുരുവിനോടൊപ്പം തന്നെയാണ്. അതിനെല്ലാത്തിനും എൻ്റെ ഗുരു തന്നെയാണ് എനിക്ക് എല്ലാ കാരണം. എന്താ വെച്ചാല് എനിക്ക് ഒരു 11 years ഉള്ള സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സിക്കിം എന്ന് പറയുന്ന ഒരു സ്ഥലം, അന്ന് അത് ഫോറിൻ കൺട്രീസ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് എൻ്റെ ഗുരുവിനോടൊപ്പം ഞാൻ ഈ പഠിച്ച കല കാരണം ഫ്ലൈറ്റ് കയറാൻ പറ്റിയതാണെങ്കിലും അവിടുത്തെ രാജാവായിരുന്നു അന്ന്. രാജാവും പാലസും കംപ്ലീറ്റ് രാജാവിന്റെ അതൊക്കെ കാണാൻ സാധിച്ചതും അതൊക്കെ നമുക്ക്, ഞാൻ വരും എൻ്റെ ഒരു അച്ഛനും അമ്മയുടെ മകളായിട്ട്
ആണെങ്കിലും ചിലപ്പോൾ എനിക്ക് അത്രയും ഭാഗ്യം എനിക്ക് കിട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മാസ്റ്ററോടൊപ്പം 74 തന്നെ യൂറോപ്പ് കൺട്രീസ് കംപ്ലീറ്റ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 74 പോയ സമയത്ത് ഞാനും ഹേമമാലിനിയൊക്കെ ഞങ്ങളൊപ്പം ഞങ്ങളുടെ ഗുരുവിന്റെ കീഴിൽ പഠിച്ചവരാണ്. എന്റെ സീനിയർ ആയിരുന്നു രേഖ, ഹിന്ദി. അതെ, രേഖ ശരിക്കും തെലുഗുവാണ്. ആ, അപ്പോ അവര് എന്റെ സീനിയർ ആയിരുന്നു. ഹേമമാലിനിയൊക്കെ ഞങ്ങളുടെ ബാച്ചായിരുന്നു. അപ്പോൾ 74 പോയ സമയത്ത് ഹേമമാലിനി, ഞാനും ശോഭാനായാലും പത്മ എന്ന് പറയുന്നവരാണ് ലണ്ടൻ യൂറോപ്പിൽ പോയി ചെയ്തത്. 75 പോയ സമയത്ത് 3 months, അന്നൊക്കെ പോവാന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അന്ന് 3 months ടൂറാണ് ഞങ്ങൾ ചെയ്തത്. ആ 3 months ഞങ്ങൾ മോസ്റ്റ്ലി ഒരു 64 പ്രോഗ്രാംസോളം കവർ ചെയ്തു. അതായത് ചില സ്ഥലങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ 2 hours 2.5 hours നമുക്ക് ഒരു പ്രോഗ്രാം ഡ്യൂറേഷൻ ഉണ്ടാവും. അവിടെ അത്ര വേണ്ട, ഹാഫ് ആൻ അവർ മതി, 1 hour മതി. അപ്പോൾ ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2, 3, 4 സ്ഥലങ്ങളിലേക്ക് ഒരു മേക്കപ്പിലൊക്കെ പോയി ചെയ്യാറുണ്ടായിരുന്നു. അത് നല്ലൊരു ത്രില്ലിംഗ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുക്കിംഗ് അറിയാത്ത ഒരു സമയമായിരുന്നു. സ്വന്തം കുക്ക് ചെയ്യാൻ ശ്രമിച്ചു ആ സമയത്തൊക്കെ. നല്ലൊരു ട്രിപ്പായിരുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ രേഖയുടെയും ഹേമമാലിനിയുടെയും ഒക്കെ അവരായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു അന്ന്? കാരണം ഇപ്പൊ കേൾക്കുന്നവർക്ക് അത് അറിയാനൊരു താല്പര്യം ഉണ്ടാവും. അന്ന് രേഖ എന്നെക്കാട്ടി സീനിയറാണ്. രേഖ അന്ന് ഞങ്ങളുടെ ബാലെ, അതായത് മാസ്റ്ററുടെ ബാലെ ശ്രീകൃഷ്ണ പാരിജാതത്തിൽ നാരദനായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ പിന്നെ എനിക്കാണ് കിട്ടിയത്. അപ്പൊ രേഖ ഭയങ്കര നോട്ടി ഗേൾ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മയില്. ഭയങ്കര കൊഞ്ചൽ, മാസ്റ്റർ അടുത്തൊക്കെ ഭയങ്കര കൊഞ്ചിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു അന്ന്. ഹേമമാലിനി അങ്ങനെയല്ല. ഹേമമാലിനി ഓൾറെഡി മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഉമ്മൻ എന്ന് പറയണോ ഗേൾ എന്ന് പറയണോന്ന് എനിക്കറിയില്ല. അപ്പോഴേക്ക് സ്വപ്നാങ്ക സൗദാഗ കഴിഞ്ഞിരുന്ന സമയമാണ്. അപ്പൊ ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് വന്നിട്ട് തന്നെയാണ് ഹേമമാലിനി അന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഹേമമാലിനി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ എന്നെ ബോംബെ കൊണ്ടാക്കും. ഞാൻ വളരെ ചെറുപ്പമാണ്, പക്ഷെ ടീച്ചിങ് അന്നേ ഒരു 12 years തൊട്ട് ഞങ്ങളുടെ അക്കാഡമിയിൽ ഞാൻ ടീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, ഏജിൽ ചെറുതാണ്, പക്ഷെ എക്സ്പീരിയൻസ്. അതെ. അപ്പോൾ ഹേമമാലിനിയുടെ അടുത്തേക്ക് അവിടെ ബോംബെ കൊണ്ടാക്കും. അല്ലെങ്കിൽ ഷോലെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ബാംഗ്ലൂരിൽ ഹേമമാലിനിയുടെ ഒപ്പം ഞാനുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഗ്യാപ്പിലൊക്കെ റൂമിൽ പ്രാക്ടീസ് കൊടുക്കാനും ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ മാസ്റ്റർ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളായിട്ടും ഞാൻ പോയി കാണാൻ പോയിരുന്നു. എൻ്റെ കുട്ടികളെ കാണാൻ അവർ വന്നിരുന്നു. അങ്ങനെയൊക്കെ. ഇപ്പൊ കോണ്ടാക്ട് ഇല്ല. ഇപ്പോ അവർ MP ഒക്കെ ആയ ശേഷം പിന്നെ കോണ്ടാക്ട്. അന്നത്തെ ആളുകളുടെ അത്രയും ഡെഡിക്കേഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഏതൊരു കല ഇതിലാണെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, അത് പറയാതിരിക്കാൻ ബെറ്റർ. അത് പറയാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ അന്നത്തെ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു റെസ്പെക്റ്റ്, അവരോട് നമ്മൾ പെരുമാറുന്ന രീതി, അതൊക്കെ വളരെ വ്യത്യാസമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് തന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നു എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ പൈസ കൊടുക്കുന്നു, അവർ പഠിപ്പിക്കുന്നു, ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. റിലേഷൻഷിപ്പേ ഇപ്പൊ ഇല്ല. പിന്നെ അതുപോലെ പണ്ടത്തെ ഗുരുക്കന്മാർക്ക് പൈസയോടുള്ള പക്ഷെ ഞാൻ എൻ്റെ ഗുരുവിന്റെ രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പഠിപ്പിച്ച എൻ്റെ അതായത് ഞാൻ കേരളത്തിലേക്ക് വന്നിട്ട് ഞാൻ ക്ലാസ് തുടങ്ങിയ ശേഷം ഞാൻ ഫ്രീ ആയിട്ട് മാത്രമേ പഠിപ്പിച്ചു. അതായത് മാസ്റ്ററുടെ ഒരു സ്റ്റൈല് ഇവിടെ കേരളത്തിൽ വരണം എന്നുള്ളത്. കേരളത്തിൽ ഇതിനു മുമ്പ് കുറേ ടീച്ചേഴ്സ് അവിടെ അക്കാഡമിയിലേക്ക് വന്ന് പഠിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ആരും അതിനെ ഒരുപാട് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. അതായത് ഈ മൊന്ത വെച്ച് കളിക്കുക, അല്ലെങ്കിൽ പ്ലേറ്റ് എന്നുള്ളതും ഉണ്ട്, ഈ മൊന്ത വെച്ചിട്ട് കളിക്കുന്നത്. പിന്നെ കുച്ചിപ്പുടിക്ക് ഒരു രീതി ഉണ്ട്, അത് തീരെ ഫോളോ ചെയ്തിട്ടില്ല. ഓരോരാൾ പഠിപ്പിക്കുന്നത് അത് അവരുടെ സ്റ്റൈലായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ആയിരുന്നു. ശരിക്കുള്ള കുച്ചിപ്പുടിയിൽ നിന്ന് വ്യത്യാസമുണ്ടോ കേരളത്തിൽ പഠിപ്പിക്കുന്നതിൽ? തീർച്ചയായിട്ടും. അപ്പൊ എന്തെല്ലാമാണ് എടുത്തു പറയാൻ പറ്റുന്ന ഡിഫറൻസസ്?
എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ വന്ന ശേഷം, അതായത് ലിപ് മൂവ്മെന്റ് പാടില്ല, അങ്ങനെ കുറേ ഒരു തെറ്റിദ്ധാരണകൾ കേരളത്തിലുണ്ടായിരുന്നു. പാടരുത്, കുച്ചിപ്പുടി ഡാൻസ് ചെയ്യുന്ന സമയത്ത് അഭിനയം വരില്ല എന്നൊക്കെ. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. കുച്ചിപ്പുടിക്ക് വളരെ നിർബന്ധമായിട്ട് ലിപ് മൂവ്മെന്റ് വേണം എന്നുള്ളതാണ്. വളരെ നിർബന്ധമാണ്. അതായത് വാചികാഭിനയത്തോട് കൂടിയിട്ടുള്ള ഒരു ആർട്ട് ഫോം കുച്ചിപ്പുടി മാത്രം ആയിട്ടാണ്. അപ്പൊ ലിപ് മൂവ്മെന്റ് വളരെ മസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ ഗുരു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഉറക്ക പാടിയില്ലെങ്കിലും ഉള്ളിന്ന് നമ്മൾ പാടണം. ആ പാടുമ്പോൾ നമുക്ക് ആ ഫീല്, ആ വേർഡിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ആ വേർഡ് മീനിങ് അത് നമുക്ക് ശരിക്കും അനുഭവിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ എക്സ്പ്രഷൻസ് പുറത്തു വരും. അതാണ് മറ്റുള്ള ഡാൻസ് ഫോംസിനും കുച്ചിപ്പുടിക്കും വളരെ, അതായത് ഒന്നും അറിയാത്ത ഒരാള് ഡാൻസ് കാണാനിരുന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് തന്നെ അവർക്ക് മുദ്രാസ് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അടവൂസ് അറിയില്ല, എന്നാൽ പോലും നമ്മൾ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഭാഷയാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, ബോഡി ലാംഗ്വേജ് കൊണ്ടും അവരുടെ അഭിനയം കൊണ്ടും. ആദ്യം ചെയ്ത സിനിമ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു 2 പെൺകുട്ടികളാണ് മലയാളത്തിൽ ആദ്യം ചെയ്ത സിനിമ. ഈ 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആ കഥ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് കുറെ കൂടെ പ്രസക്തിയുള്ളൊരു കഥയാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആളുകൾ തുറന്ന് പറയാൻ മടിച്ചൊരു സ്റ്റോറിയാണ്, ലെസ്ബിയൻസത്തെ കുറിച്ചിട്ടുള്ളൊരു. അപ്പം ഈ ഒരു കഥ വന്നപ്പോ മാമിനെ അറിയായിരുന്നു എന്താണിത്, കാരണം ചെറിയ കുട്ടിയും കൂടി ആയിരുന്നില്ല. അപ്പൊ എന്താണ് ഈ കഥ, എങ്ങനെയാണ് ഇത് വരാന്ന്? അത് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. ഒന്നാമത്തെ ഭാഷ അറിയില്ല. പിന്നെ ഇന്നത്തെ പോലെ സ്ക്രിപ്റ്റ് അത് നമ്മൾ ആരും അല്ലെങ്കിലും ഇന്ന് നമ്മൾ ചില TV ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, സ്ക്രിപ്റ്റ് ചോദിച്ചു, കഥ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരു ഡയറക്ടറിന്റെ പ്ലേസിൽ കാണുന്നത് എൻ്റെ ഗുരുവിന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. നമ്മൾ ഒരു വർക്കിന് വരുമ്പോൾ നമ്മൾ ആ സ്ഥാനത്തുള്ള ഒരു വ്യക്തിനെ ഒരു ഗുരുസ്ഥാനമായിട്ടാണ് ഞാൻ അന്ന് കണ്ടിരുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുമില്ല, അവരെനിക്ക് കഥ പറഞ്ഞിട്ടുമില്ല. അഥവാ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു, ചെയ്യില്ലായിരുന്നു. ഇല്ല, എന്നാലും മനസ്സിലായില്ല. ഇല്ല എന്നുവെച്ചാല് അതുപോലെ ഒന്നും അതിലില്ല, സിനിമയിലില്ല. അങ്ങനത്തെ സീൻസേ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് നാന മാഗസീൻ അവർ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പൊ അവര് ഹാഫ് സാരി ഇല്ലാണ്ട് ബ്ലൗസും പാവടെ മാത്രമായിട്ട് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചു. ലൈക്ക് മലയാളിന്റെ ശരിക്കും പക്ക നാടൻ മലയാളി കുട്ടി ഇങ്ങനെ ബ്ലൗസും പാവട മാത്രം എടുത്തിട്ടു. എന്റെ അമ്മ സമ്മതിച്ചിട്ടില്ല. ഭയങ്കര പ്രശ്നങ്ങളായി. ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തിവെച്ചു, ഇനി എന്റെ മകൾ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി. എന്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അച്ഛൻ, ഞങ്ങൾ ഭയങ്കര ജമീന്ദാർ ഫാമിലിയാണ്. അച്ഛൻ പറഞ്ഞു, നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്സ്പെൻസസ് നമുക്ക് കൊടുത്തേക്കാം, അഭിനയിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ ആരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ആ പടം ഞങ്ങൾ ഫിനിഷ് ചെയ്തത് തന്നെ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഭർത്താവിന്റെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കിയത്. അതാണെന്ന് തോന്നുന്നു. വീട്ടിലൊന്നും ചോദിച്ചിട്ടില്ല. ഇവര് എപ്പോഴും ഇങ്ങനെ അബ്സർവ് ചെയ്യും. എനിക്ക് മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട് ചെന്നൈയിൽ എന്നൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോ ഈ കുട്ടി പറയും, ഡയറക്ടർ സാർ പാക്കറാർ എന്ന് പറയും. ഇതാന്ന് പറഞ്ഞു, ഒന്നും പറയാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നു. പിന്നെ 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 ഇങ്ങനെ പറഞ്ഞു കല്യാണം കഴിച്ചു. പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചു. സെക്കൻഡ് മൂവി പിന്നെ ഞങ്ങളുടെ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അമ്മ സ്മെൽ ചെയ്തു കാര്യങ്ങള്, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ അമ്മ ചോദിച്ചു, നിന്റെ മലയാളം ഡയറക്ടർ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കല്യാണം കഴിക്കണം ചോദിച്ചു എന്ന് പറഞ്ഞു. അമ്മടുത്ത് കള്ളം പറയാറില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന പോലെ ഞാനത് സീക്രട്ട് ആയിട്ട് വെച്ചു. ഇത് എന്താണ് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു.
എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ആ സമയത്ത് വന്നു തുടങ്ങി. ഭാരതിരാജയുടെ കിഴക്കം പോകും റെയിൽ, അത് 2 ദിവസം ഷൂട്ടിംഗ് ഉള്ള സമയത്താണ്. ഞാൻ ചെയ്യുന്നില്ല, ഇവർ തന്നെ പോയി പറഞ്ഞു ഞാൻ മാരി ചെയ്യാൻ പോവാണ് കുട്ടീനെ. അങ്ങനെയാണ് രാധിക്കനെ ആ പടത്തിലേക്ക് കാസ്റ്റ്. എല്ലാ കോസ്റ്റ്യൂംസ് എല്ലാം റെഡിയായി ലൊക്കേഷനിലേക്ക് പോകാനുള്ള താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞു നിനക്ക് ഒരു ലേബിളാവാൻ പറ്റും. അവർക്ക് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എത്ര നാൾ പിടിച്ചു മലയാളം ഇതുപോലെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഡയലോഗ് എഴുതി പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ മെഡ്രാസിൽ താമസിച്ചത് ഒരു മലയാളീസിന്റെ വീട്ടിലായിരുന്നു, വിജയമ്മ എന്ന് പറയുന്നത്. അപ്പൊ അവര് എൻ്റെ അടുത്ത് മലയാളമേ പറയുള്ളൂ. എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പൊ എല്ലാവരും പറയും അനു ഇത്ര വെള്ളം വെക്ക്, ഇത്ര അരി കഴുക്, ഇത്ര ഇങ്ങനെ ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ മലയാളം പഠിച്ചതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഇംഗ്ലീഷ് ഒന്നും പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഫോൺ വന്നു കഴിഞ്ഞാൽ മെഡ്രാസിലൊക്കെ ആകുമ്പോൾ യെസ് ഹലോ യെസ് ഹൂ സ്പീക്കിംഗ് എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. പക്ഷെ ഇവിടെ വന്ന ശേഷം ഭയങ്കര നിർബന്ധമാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ആരാണെന്ന് ചോദിക്കണം. അങ്ങനെ കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ല. 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ ബിസിനസ് ചെയ്യുന്നു ചെന്നൈയിൽ, 2ാമത്തെ മകൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. 2ആളുടെ കല്യാണങ്ങൾ കഴിഞ്ഞു, സെറ്റിലായി. ഇപ്പൊ കുച്ചിപ്പുടിയുമായിട്ട് അത്രേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ട് മാം, വന്ന് കുറെ സംസാരിക്കാൻ പറ്റി. കുറെ എന്താ പറയാ പഴയ സിനിമാ കഥകളും അന്നത്തെ രീതികളും പിന്നെ കുച്ചിപ്പുടിയെ കുറിച്ചൊക്കെ കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റി. വളരെ നന്ദി.